ചെങ്ങായിമാർ ഇത്രയും കാലം ഉണ്ടല്ല ട്രംപിനെ കൊണ്ടിട്ടും നെതന്യാവിനെ കൊണ്ടിട്ടും ഘോരഘോരം പ്രസംഗിച്ചാടുന്ന ക്രിസംഗി അച്ചാനുണ്ടല്ല മൂപ്പർ വരെ ട്രംപിനും നെതന്യാവിനെയും കൈവിട്ട് ട്രംപിനെ പൂര തെറിയും വിളിച്ചിട്ട് നമ്മളെ ക്രിസംഗി അച്ചാനുണ്ടല്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ ക്രിസംഗി അച്ചാനുണ്ടല്ല ട്രംപിനെയും നെതന്യാവിനും വിജയിപ്പിക്കാണ്ടിട്ട് പള്ളികളായ പള്ളികൾ തെച്ചുകൊണ്ടില്ല മെഴുകുതിരിക് തെളിച്ച്, അതുമാത്രമോ അമ്പലങ്ങളായ അമ്പലങ്ങൾ തെച്ചുകൊണ്ടില്ല വഴിപാടുകൾ നടത്തി. അതും പോരാണ്ടി ഇറാനെ തോപ്പിക്കാൻ വേണ്ടിട്ട് മുട്ടയിലുണ്ടല്ല മുട്ടയിൽ കൂടോത്തരം വരെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ക്രിസംഗി അച്ചായൻ. അതായത് അമേരിക്കന്റെ ഇസ്രായേലിന്റെയും പട്ടാളക്കാർ യുദ്ധം ജയിക്കാൻ വേണ്ടി പെടുന്ന പാടില്ലേ, അതിന്റെ 10 ഇരട്ടി അധ്വാനം ഉണ്ടല്ല ഈ പാവം ക്രിസംഗി അച്ചാൻ യുദ്ധം ജയിക്കാൻ വേണ്ടിട്ട് ഇസ്രായേലും അമേരിക്കയും യുദ്ധം ജയിക്കാൻ വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും ട്രംപും നെതന്യാഹും യുദ്ധം ജയിക്കാതെ വീണ്ടും ചർച്ചക്ക് പോയല്ല, അതോടുകൂടി തകർന്ന് തരിപ്പണായപ്പോയാ നമ്മളെ ക്രിസംഗി അച്ഛണ്ടല്ല ഇന്നലെ രാത്രി ട്രംപിനെ പൂര തെറി വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി. നമുക്കെന്തായാലും നമ്മൾ ഈ ക്രിസംഗി അച്ഛണ്ടല്ല വേദന കടിച്ചമർത്തിക്കൊണ്ട് ട്രംപിനെതിരെ ആഞ്ഞിടിച്ച ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇപ്പൊ എന്തായി? ഞാനിത് പണ്ടേ പറഞ്ഞതാ. JD വാൻസ് പാകിസ്ഥാനിൽ നിന്ന് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോന്നു. ഞാൻ പറഞ്ഞു ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യലെന്ന്. കാരണം അമേരിക്കയുടെ വീക്ക്നെസ്, ബലഹീനത കാണിച്ചു കഴിഞ്ഞു. ഇറാന് മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞു. ഇനി ഇറാന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും ഇല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ അമേരിക്കൻ ഭരണകൂടം അല്ലെങ്കിൽ ട്രംപ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സ് ഇത്ര മണ്ടന്മാരാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ യുദ്ധം ആരംഭിച്ചത് അമേരിക്കയാണ്. അപ്പോൾ ഒരു വെടിനിർത്തൽ ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആക്രമിക്കപ്പെട്ടവരാണ് അത് ആവശ്യപ്പെട്ടത്, പ്ലീസ് ഒരു വെടിനിർത്തൽ എന്ന്. അതിനും പകരം യുദ്ധം തുടങ്ങിയ വ്യക്തി തന്നെ പറയാണ് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ വെടിനിർത്തൽ സമ്മതിക്കുക എന്ന്. ഇറ്റ്സ് എ ഷെയിം, ആൻ അട്ടർ ഷെയിം. ഇത്ര ഇന്നപ്റ്റായിട്ടുള്ള, ഇത്ര കഴിവില്ലാത്ത ഒരു ഭരണകൂടം ട്രംപിൻ്റെ. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ഇറ്റ്. ഐ എം റിയലി പിസ്ഡ് ഓഫ്. ഈ മനുഷ്യൻ, ഈ JD വാൻസ് 10-20 മണിക്കൂർ ഫ്ലൈ ചെയ്ത് പാകിസ്ഥാനിൽ പോയി. അവിടുന്ന് ഊമ്പി തിരിച്ചു പോന്നു. ഇതാരാണ് മുൻകൂട്ടി കാണാതിരുന്നത്? ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു ഇതിൻ്റെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. ഇറാനിയൻസ് ഒരു കരഞ്ച് വിട്ടുവീഴ്ച ചെയ്യലെന്ന് പ്ലെയിൻ ആൻഡ് സിമ്പിൾ എനിക്കറിയായിരുന്നു. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. യുദ്ധം തുടങ്ങി 2 ആഴ്ച ആവുന്നതിന് മുമ്പ് തുടങ്ങി ഇവിടെ ട്രംപ് പറയുകയാണ് ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ വിജയിച്ചു. എന്ത് നേടി? ഉള്ളതും കൂടി കളഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് ഫ്രീ ആയി കിടന്നതാണ്. ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി ഇറാൻ അതിന് ലിമിറ്റ് വെച്ചു, അവർ പിടിച്ചെടുത്തു. കപ്പൽ ഗതാഗതം ഇപ്പം അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെ $2 മില്യൺ കൊടുക്കണം ഓരോ കപ്പലിനും. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റിഡിക്കുലസ്. എന്നിട്ട് ഇപ്പോഴും ട്രംപ് പറയുന്നത് ഒരു കുഴപ്പമില്ല, നമ്മൾ ജയിച്ചു. എന്നാ മണ്ണാങ്കട്ട് ജയിച്ചു. എനിവേ, അങ്ങനെ ആ ഉദ്യമം ദയനീയമായി പരാജയപ്പെട്ടു. ജയിച്ചു എന്ന് പറയുന്ന ട്രംപാണ് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഇറാന്റെ പിന്നാലെ നടക്കുന്നത് വെടിനിർത്ത് എന്നും പറഞ്ഞുകൊണ്ട്. ഇറാൻ ഈസ് സ്മാർട്ട്. അവരെ ഞാൻ കുറ്റം പറയല. ബിക്കോസ് ദി അമേരിക്കൻ സൈഡ് ഈസ് സ്റ്റുപ്പിഡ് ഇഡിയറ്റ്സ്. കച്ച കെട്ടി ഇറങ്ങിയപ്പോഴത്തേക്കും തകർത്ത് തരിപ്പണമാക്കണമായിരുന്നു ട്രംപെ. അതാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് യുവർ ഫെയിലിയർ വാസ്. ഇറങ്ങിയപ്പോഴത്തേക്കും തവിടുപൊടിയാക്കണമായിരുന്നു. അതിന് പകുതി ജീവനോടെ, ഞാൻ പണ്ട് പറഞ്ഞു, മൂർഖൻ പാമ്പിന് പകുതി അടക്കിയിട്ട് പകുതി വേദനിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പണ്ടത്തേനേക്കാളും കശിയായിപ്പോൾ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സംസാരിക്കാനായിട്ട് ഉള്ള വലിയ മൂഡില്ല. പക്ഷേ എൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് പ്രകടിപ്പിക്കാതെ നിവൃത്തിയില്ല. ദിസ് ഈസ് എ ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ്. ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വിലയും കളഞ്ഞ് തെണ്ടി പോയിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് നെഗോഷിയേഷൻ ബെഗ് ചെയ്യാൻ, വെടിനിർത്തൽ ബെഗ് ചെയ്യാൻ, യുദ്ധം അവസാനിപ്പിക്കാൻ ബെഗ് ചെയ്യാൻ, ഹോർമൂസ് കടലെടുത്ത് തുറക്കാൻ ബെഗ് ചെയ്യാൻ. ഇറാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ഞാനവരെ കുറ്റം പറയല. നോ വേ. കാരണം ദേ ഹാവ് ദി അഡ്വാൻറ്റേജ്. അവരാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്.
ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഹീറോ ആണ്. ഞാൻ അമേരിക്കയെ സ്നേഹിക്കുന്നു, ഞാൻ അമേരിക്കയുടെ ഒരു സപ്പോർട്ടറാണ്. പക്ഷേ ഉള്ള കാര്യം പറയണം, ഇറ്റ്സ് എ ഷെയിം, ഇറ്റ്സ് എൻ എംബാരസ്മെൻറ്റ്. ലോകത്തിൽ അമേരിക്കയുടെ വില ട്രംപ് കളഞ്ഞു, അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴത്തെ ഭരണകൂടം കളഞ്ഞു എന്ന് എനിക്ക് പറയാനായിട്ട് എനിക്ക് യാതൊരു ചമ്മലുമില്ല, യാതൊരു വിഷമമില്ല. ബിക്കോസ് യു നോ വൈ, ദാറ്റ് ഈസ് എ ട്രൂത്ത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ ചങ്ങായിന്റെ ഈ ക്രിസംഗി അച്ഛന്റെ കരച്ചിൽ കാണുമ്പോഴല്ല സത്യം പറഞ്ഞ ചിരി വരുന്നു പടച്ചോനെ. കുറച്ച് ദിവസം മുന്നേ എമ്മാതിരി തള്ളായിരുന്നു ഈ ക്രിസംഗി അച്ഛൻ, നിങ്ങൾക്കറിയോ? അവസാനം ഈ ചങ്ങായി തള്ളിക്കൊണ്ടിരുന്ന ട്രംപ് ഉണ്ടല്ല, പവനായി ശവമായി. ഞാൻ ഇടക്കാലത്ത് ഈ ചങ്ങായി ഈ ക്രിസംഗിന്റെ വീഡിയോ കാണുമ്പോ എന്താ വിചാരിക്കലെന്നറിയാം, ട്രംപും നെതന്യാഹും ഉണ്ടല്ല, ഓരോ തീരുമാനം എടുക്കല് ഈ ചങ്ങായിനോട്, ഈ ക്രിസംഗിനോട് ചോദിച്ചിട്ടാണ് ഞാൻ വിചാരിക്കല്. കാരണം ഈ ചങ്ങായിന്റെ മിക്കവാറും വീട്ടിൽ ഈ ചങ്ങായി എന്താ പറയുന്നറിയാം, ഇന്ന് രാത്രിയോടുകൂടി ഇറാൻ തീരും, നാളെ രാവിലെ കാണാൻ വേണ്ടി ഇറാൻ ഈ ഭൂമിയുടെ മുകളിൽ ഉണ്ടാവില്ല എന്നാണ് ഈ ചങ്ങായി തള്ളല്. അങ്ങനെ ട്രംപിനെ കൊണ്ടിട്ട് നെതന്യാഹുവിനെ കൊണ്ടിട്ട് തള്ളിക്കൊണ്ടിരുന്ന ഈ ക്രിസംഗി ഇന്നലെ രാത്രി വന്നിട്ട് ട്രംപും നെതന്യാഹുവും തോറ്റ് തുന്നമ്പാടിയെന്നും കണ്ടം വഴി ഓടിയെന്നും പറ്റി പൂരത്തെറിയല്ലേ വിളിക്കുന്നത്. അവസാനം ഇറാനെ കുറ്റം പറഞ്ഞ് ഇറാൻ ഇപ്പം തോക്കെന്ന് പറഞ്ഞ് ഈ ക്രിസംഗി തന്നെ സമ്മതിച്ച് ഇറാൻ ഒരു മണ്ണും പുണ്ണാക്കും ട്രംപിനും നെതന്യാഹുവിനും ചെയ്യാൻ പറ്റൂല എന്ന്. പക്ഷെ ഈ കാര്യം ഇയാൾ പറഞ്ഞ് ഈ സത്യം മനസ്സിലാക്കാത്ത രണ്ട് കൂട്ടരേ ഉള്ളൂ. അത് കേരളത്തിലെ സംഘികളും ക്രിസംഗികളാണ്. വേറൊന്ന് ഇസ്രായേലുള്ള സംഘികളും ക്രിസംഗിയുമില്ലേ, ഇവർക്ക് മാത്രമാണ് ഈ സത്യം ഇതുവരെ മനസ്സിലാക്കുന്നത്. അതായത് ട്രംപിനും നെതന്യാഹുവിനും ഇറാൻ ഒരു മണ്ണും പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്ന സത്യം അവർക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്. അവന്മാർ ഇപ്പോഴും ബങ്കറിൽ ഒളിച്ചിരുന്ന സ്വപ്നം കാണുന്നത് എന്താണെന്നറിയാം, ഇറാൻ ഇപ്പം തീരും, ഇറാൻ നാളെ തീരും എന്നാണ് അവന്മാർ ആ ബങ്കറിൽ ഒളിച്ചിരുന്ന് സ്വപ്നം കാണുന്നത്. അങ്ങനെ ബങ്കറിൽ ഒളിച്ചിരുന്ന് സ്വപ്നം കാണുന്ന ക്രിസംഗി വേട്ടാവളിയന്മാർക്കുണ്ടല്ല ഈ ചങ്ങായിന്റെ ഈ ക്രിസംഗിന്റെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ആരെങ്കിലും. എന്നാലെങ്കിലും ആ വേട്ടാവളിയന്മാരുണ്ടല്ല സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് സത്യം മനസ്സിലാക്കട്ടെ. പിന്നെയുണ്ടല്ലോ ഈ ക്രിസംഗി അച്ഛൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ല, ആ ചോദ്യം വളരെ പ്രസക്തമാണ് കേട്ടോ. അതായത് യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ ട്രംപ് ഉണ്ടല്ല, ട്രംപ് എന്തിനാണ് യുദ്ധം നിർത്താൻ വേണ്ടി ചർച്ചക്ക് പോയത്? അതായത് യുദ്ധം തോറ്റു നിൽക്കുന്ന ആളല്ലേ ചർച്ചക്ക് പോവുക, ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ യുദ്ധം ജയിച്ചെന്ന് ലോകത്തിന്റെ അടക്കം മൊത്തം വന്നിട്ട് ഇമാതിരി തള്ളുകളുന്ന ട്രംപ് ഈ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞിട്ട് ചർച്ചക്ക് എന്തിനാണ് പോയത്? എന്നിട്ട് ഇവന്മാർ തന്നെ തോറ്റു എന്ന് പറഞ്ഞ ഇറാൻ ഉണ്ടല്ല, ഇറാൻ എന്നാ പറഞ്ഞറിയാം, ഒരു ചർച്ചയും വേണ്ട, നിങ്ങൾ പറഞ്ഞ ഒരു ഉടമ്പടിയും നമ്മൾ പാലിക്കൂല എന്ന് പറഞ്ഞിട്ട് യുദ്ധം നിർത്താൻ വേണ്ടി നിൽക്കുന്നുമില്ല. അപ്പൊ തന്നെ മനസ്സിലായില്ല ഈ രണ്ട് വേട്ടാവളിയന്മാരും പേടിച്ച് പറഞ്ഞിട്ടാണ് ഈ ചർച്ചക്ക് പോയത് എന്ന്. എന്തായാലും അന്ധമായ മുസ്ലിം വിരോധം കൊണ്ട് ഇറാനെ കുറ്റം പറഞ്ഞാണ് ഈ ക്രിസംഗിക്ക് വരെ ബുദ്ധിയും വിവരവും വെച്ച്. അതായത് ട്രംപിനെ കൊണ്ടും നെതന്യാഹുവിനെ കൊണ്ടും ഇറാൻ ഒരു മണ്ണും പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ലെന്ന് ഈ ക്രിസംഗി തന്നെ സമ്മതിച്ച്. പക്ഷെ എന്താ ചെയ്യാ, ഇയാൾക്ക് വന്ന ബോധവും വിവരവും നമ്മളെ കേരളത്തിലും ഇസ്രായേലിലും സംഖ്യക്കും ക്രിസംഗിക്കും ഉണ്ടല്ല, അവർക്ക് എന്താണ് വരിക? എന്തായാലും തന്റെ ആരാധനാപാത്രമായ ട്രംപിനെ പൂരത്തെറി വിളിച്ച ഈ ക്രിസംഗി അച്ചായനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.